ആഷിക്ക് നമ്മൾ രാവിലെ മുതൽ സംസാരിച്ചുകൊണ്ടിരുന്ന നിർണായകമായ ഒരു വിഷയമായിരുന്നു ദേശാഭിമാനി തള്ളിമറിച്ച ഒരു പൈങ്കിളി കഥ. അതവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകമായി ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഭാഗത്തു നിന്നാണ്. രാഹുൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ സൈബർ കമ്മികൾ ഇറക്കി വിട്ടിരുന്ന ഒളിയമ്പുകളെല്ലാം തന്നെ ഒടിക്കുന്ന മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. നിങ്ങളുടെ ഭാഗത്ത് തെളിവുണ്ടോ? നിങ്ങളുടെ കയ്യിൽ പരാതി ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾ കേസെടുത്തോളൂ എന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ആദ്യമായല്ല. അതായത് നോക്കൂ, അദ്ദേഹം ഒരിക്കലൊരു പ്രസംഗം നടത്തിയതിനകത്ത് പറയുന്നുണ്ട്, ഏത് വാഴയാണ് ഈ നാട്ടിലെ ആഭ്യന്തരം ഭരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതേ ഭാഷ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം പിന്നെയും സംസാരിച്ചു വരുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമ്മൾ ഇതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് അതിനെതിരെ പരാതി കൊടുത്തുകൊണ്ട് എന്തിനെതിരെ ലെജിറ്റിമേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിനെതിരെ സാധൂകരിക്കുന്നു. മാത്രമല്ല, ഇതിപ്പോൾ ആദ്യമായല്ലോ. ഇവർ ഒന്നിലധികം ആളുകൾക്കെതിരെ എപ്പോഴും എല്ലാ കാലത്തും ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് സ്ത്രീ വിഷയങ്ങളെടുത്ത് അയാളെ തകർക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലൊരു പ്രതികരണത്തിന് പോലും ആവശ്യമില്ല. പക്ഷേ പ്രതികരണം എന്ന രീതിയിൽ അദ്ദേഹം പറയുന്ന കാര്യം, പുറമായ അർത്ഥത്തിൽ തെളിവുണ്ടെങ്കിൽ, ഈ നാട്ടിലൊരു നിയമവ്യവസ്ഥിതി ഉണ്ടല്ലോ, പരാതി ഉണ്ടെങ്കിൽ എന്തെങ്കിലും അത് തെളിവുണ്ടെങ്കിൽ കേസെടുത്തു എന്നൊരു വെല്ലുവിളിയാണ് ആഷിഖ് നടത്തുന്നത്. അത് അത്ര പേർക്കൊന്നും അങ്ങനെ ഇച്ചിരി എന്താ പറയുക, നട്ടലിന് ഉറപ്പുള്ളവർക്ക് മാത്രം പറ്റുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും വളരെ പക്വമായ ഒരു മറുപടിയാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് കണ്ടത്. കാരണം ഒരു വാർത്ത പുറത്തുവിട്ട് അതവർ പിൻവലിച്ച സ്ഥിതിക്ക് ഇനി അതിൽ കൂടുതലൊന്നും പറയാനില്ല. കാരണം അത് തെറ്റാണെന്ന് ബോധ്യമായിട്ടായിരിക്കുമല്ലോ ആ പത്രം അത് തിരികെ എടുത്തത്. അതുകൊണ്ട് തന്നെ ഇനി അവിടെ ഒരു ചർച്ചയുടെ പോലും ആവശ്യമില്ല. തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഉറപ്പായത് കൊണ്ടാണല്ലോ മാധ്യമങ്ങൾക്ക് മുന്നിൽ അത്രയും ഒരു വെല്ലുവിളിയുടെ രൂപത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഇവിടെ ദേശാഭിമാനി ചെയ്ത ആ ഒരു തെറ്റ് അല്ലെങ്കിൽ ആ ഒരു വാർത്ത ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അവരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്ന ഒരു മാധ്യമ സ്ഥാപനമാണോ ദേശാഭിമാനി എന്ന രീതിയിലാണ് സമൂഹം ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ കടന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വാർത്തയാക്കി പൊക്കിപ്പിടിച്ച് ഒരു വ്യക്തിയെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരുപാട് ജീവനക്കാരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിൽ ഒരു വാർത്ത പടച്ചുവിടുക എന്ന് പറയുന്നത് മുൻനിര മാധ്യമങ്ങൾ ഒന്നും ചെയ്യാത്ത ഒരു പരിപാടിയാണ്. അത് കാരണം നമുക്കറിയാം ഒരു വാർത്ത എങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഈ പത്രങ്ങളെല്ലാം പിറ്റേ ദിവസം അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ ഒരു വാർത്ത വരുമ്പോൾ ഈ മുൻനിര മാധ്യമ സ്ഥാപനങ്ങളിലെല്ലാം ഇത് എഡിറ്റ് ചെയ്യാൻ ഒരു ചീഫ് എഡിറ്റർ ആ സ്ഥാപനത്തിൽ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഫിൽട്രേഷൻ കഴിഞ്ഞ് മാത്രമാണ് ഒരു വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ ഇത്തരം ഒരു വാർത്ത ദേശാഭിമാനിയുടെ ഏതെങ്കിലും ഒരു ലോക്കൽ സബ് എഡിറ്റർ അടിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉന്നതർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് പുറത്തു വന്നിട്ടുള്ളത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അപ്പോൾ ജയിക്കാനുള്ള സാധ്യത അതിഭീകരമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ചർച്ചകളെല്ലാം വഴി മാറ്റിവിടണം. ഒരു പെണ്ണ് കേസ് എന്ന് പറയുന്ന സമയത്ത് അതിനുണ്ടാവുന്ന ഒരു പൊതുജന സ്വീകാര്യത, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ആലോചനയുടെ ഭാഗമായിട്ടുള്ള ഒരു ഗൂഢസിദ്ധാന്തം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ അടുത്തൊരു പൊളിറ്റിക്കൽ തന്ത്രം, അതിനൊരു പൊളിറ്റിക്കൽ തന്ത്രം എന്ന് പോലും വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയധികം ചീപ്പായ ഒന്നാണ് അത്. ഏറ്റവും മോശമായ രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു തന്ത്രത്തെയാണ് ഇപ്പോൾ ആളുകൾ അവരുടെ രീതികൾ കൊണ്ട് നോക്കും. നമ്മുടെ സമൂഹം എത്രത്തോളം മാറിയിരിക്കുന്നു. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയക്കാരുടെ റോൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ പാവങ്ങളുടെ അല്ലെങ്കിൽ പരിമിതമായ സാഹചര്യങ്ങൾക്ക് വികസനം കൊണ്ടുവരിക എന്നതൊക്കെ തന്നെയാണ്, പുരോഗമനം കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ എത്രയും റിഗ്രസീവായാണ് ഇത്തരം വിഷയങ്ങളിൽ ഒരു എന്താ പറയുക, പുറമായി അർത്ഥത്തിൽ ഒരു ഇക്കിളി കഥ പോലെ ഒരു കഥയങ്ങ് അടിച്ചിറക്കുക. അപ്പോൾ നമ്മുടെ സമൂഹത്തിനെ തിരിച്ചു കൊണ്ട് നടത്തുന്നതും ഇവിടുത്തെ രാഷ്ട്രീയക്കാരാൻ തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ആഭ്യന്തര മന്ത്രിയോടും അടക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്, നോക്കൂ, നിങ്ങളുടെ തെളിവുണ്ടോ? നിങ്ങൾ നടത്തുന്ന ആരോപണത്തിന് വ്യക്തതയുണ്ടോ? നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, കേസെടുത്തോളൂ, നമുക്ക് അന്വേഷണത്തിന്റെ പാതയിൽ പോകാം. അതല്ലേ വേണ്ടത്. അത് ആ രീതിയിലാണ് പോകേണ്ടത്. അല്ലാതെ ഒരാളെ ഇകഴ്ത്തി കാണിക്കാൻ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ പറയുകയായിരുന്നില്ല വേണ്ടിയിരുന്നത്. ആ രാഷ്ട്രീയ പക്വത എന്തായാലും CPM അനുഭാവികളിൽ നിന്നോ CPM സൈബർ ഗുണ്ടകളിൽ നിന്നോ CPMന്റെ മുഖപത്രത്തിൽ നിന്നോ ഉണ്ടായില്ല. ആ പക്വത എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ നാലാൾ അറിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സിനിമാ താരം, സീരിയൽ താരം അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ പ്രമുഖനായി നിൽക്കുന്ന മുൻനിരയിൽ നിൽക്കുന്ന ആളുകളെ തകർക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അവരിവിടെ പുറത്തിറക്കിയിട്ടുള്ളത്. വ്യക്തമായി അത് വരുന്ന രാഷ്ട്രീയം മുന്നിൽ വരുന്ന ഇലക്ഷൻ മുന്നിൽ കണ്ടാവാം അങ്ങനെ അത്തരം ഒരു ടൂൾ ഇറക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ സമൂഹം അല്ലെങ്കിൽ ഇന്നത്തെ പുതുതായി വളർന്നു വരുന്ന ന്യൂ ജനറേഷൻ പിള്ളേരാണ് കൂടുതൽ ഈ സോഷ്യൽ മീഡിയകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഇങ്ങനെയാണ് അവർ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുകൂടി ഇവിടെ വ്യക്തമായിരിക്കുകയാണ്. കാരണം ഒരു അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ ഒരാൾക്കെതിരെ ഇത്തരം ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അതിനെന്താണ് പ്രശ്നം? അവർക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടുപേർ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ, രണ്ടുപേർ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ, ഒന്നിച്ച് പ്രണയബന്ധത്തിലാവുകയാണെങ്കിൽ അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഇവിടെ പ്രശ്നം എന്ന രീതിയിൽ തിരിച്ചു ചോദിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ വളർന്നു വരുന്നത് എന്നുകൂടി ഈ ഇൻസിഡന്റിൽ നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. കാരണം കുറച്ച് എന്താ പറയുക,
പഴയ ചിന്താഗതിയുള്ളയാൾ അല്ലെങ്കിൽ ഇതിനെയൊക്കെ ആഘോഷിക്കുന്ന ചില ഇക്കിളിപ്പെടുത്തുന്ന മനസ്സുള്ള ആളുകൾ മാത്രമാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടുണ്ടോ എന്ന രീതിയിലൊക്കെ സംസാരിച്ചത്. പക്ഷേ യുവാക്കൾ വ്യക്തമായി പറഞ്ഞു അതിനെന്താണ് പ്രശ്നം, ഇതിലൊരു പരാതി ലഭിച്ചിട്ടില്ല, ഒരാളുടെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാണ്, ആർക്കാണ് ഇവിടെ പ്രശ്നം എന്ന രീതിയിലാണ് സമൂഹം ഇതിനെ തിരിച്ചു ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം ആരോപണങ്ങൾ ഒരു നേതാവിനെതിരെ വ്യക്തമായ സോളിഡ് റീസൺ ഇല്ലാതെ അല്ലെങ്കിൽ കൃത്യമായ പരാതി ഇല്ലാതെ ഇത്തരം ഒരു ആരോപണങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് എന്താ പറയുക ഉമ്മൻചാണ്ടിയെ തകർക്കാൻ ശ്രമിച്ച പോലെയൊന്നും ഇനി നടക്കില്ല എന്നുകൂടിയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്.